അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജാറങ്ങളിൽ ഇപ്പോൾ ബിസിനസ് കുറഞ്ഞു വരുന്നു എന്നാണ് ചില വീഡിയോകൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. ജാറ ബിസിനസ് വ്യാപകമാക്കാനും അതിൽ അഭിവൃദ്ധി കാണാനും വേണ്ടി പുതിയ രൂപത്തിലും ഭാവത്തിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിലെല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇന്ന ജാറത്തിൽ പോയാൽ മതി. അതായത് ജോലി സംബന്ധമായ പ്രശ്നമുണ്ടോ, PSCയിൽ ജോലി കിട്ടുന്നില്ലേ, നേരെ 11 സ്വലാത്ത് ആ ജാറത്തിൽ ചെന്ന് എന്ത് ചെയ്യുക, നേർച്ചയാക്കുക. ബാക്കി അദ്ദേഹം പറയും, കേൾക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, കുടുംബപരമാകട്ടെ, വസ്തുതർക്കമാകട്ടെ, വിദ്യാഭ്യാസപരമാകട്ടെ, മക്കളുടെ വിഷമമാകട്ടെ, കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടാകട്ടെ, ശത്രുദോഷമാകട്ടെ, എന്ത് പ്രശ്നമാണ്, വീടിൻ്റെ പ്രശ്നമാണെങ്കിലും ഇൻഷാ അള്ളാഹ് നൂറുകണക്കിന് ആളുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ മഹലറ, ബാപ്പുച്ചിത്തങ്ങൾ ജനിച്ചു വളർന്ന് ഓടി നടന്ന ഈ മഹലറ, ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, ഇവിടത്തേക്ക് നേർച്ചയാക്കി 11 സ്വലാത്തുകൾക്ക് പങ്കെടുക്കുന്നതോടുകൂടി അവരുടെ വിഷയങ്ങൾക്ക് 100% പരിഹാരം ആവുകയാണ്. അപ്പോൾ ഇനി ഹോസ്പിറ്റലുകൾ വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, അതുപോലെ കോടതി പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇനി വേണ്ട. നേരെ ബാബച്ചി തങ്ങൾ ഓടി നടന്ന മഹ്ലറയിൽ പോയി 11 സ്വലാത്തുകൾക്ക് പങ്കെടുത്താൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇനിയുള്ള ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയും ആത്മീയ ചൂഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം ആളുകൾ അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് എന്നും മാത്രം തിരിച്ചറിയുക. കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. മാത്രമല്ല, നമ്മൾ 5 നേരം നിസ്കരിക്കുമ്പോൾ നമ്മൾ കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയതിന് ശേഷം ദുആ ഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ പോലും നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇന്ന സ്വലാത്തി വനുസുഖി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ നേർച്ച, എൻ്റെ ജീവിതം, എൻ്റെ മരണം, ഇതെല്ലാം അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് എവിടെയോ ജീവിച്ച, എങ്ങനെയോ ജീവിച്ച ഒരു വ്യക്തിക്ക് അവിടെ ചെന്ന് നേർച്ചയാക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക? നേർച്ച മുഴുവൻ റബ്ബിനു മാത്രമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും നേർച്ചയില്ല. ഈ വസ്തുത തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വിജയമുണ്ട് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.